ഇന്നീ കാണും കാടും മേടും എത്ര നാളേക്കോ, എത്ര നാളേക്കോ, ഇനി എത്ര നാളേക്കോ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഓർമ്മയുണ്ടോ? ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ഒരവബോധം നൽകുവാനാണ് നാം ഈ ദിനം ആചരിക്കുന്നത്. പരിപാവനമായ പ്രകൃതിയെ അതിൻ്റെ സർവ്വ വിശദതയോടും കൂടെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. മരങ്ങളെ നാം കശാപ്പ് ചെയ്യുന്നു, എന്നിട്ട് ആഗോള താപനത്തെ ചൊല്ലി കണ്ണീരൊഴുക്കുന്നു. എന്തിന്? അടിക്കടി ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ, പ്രകൃതി ദുരന്തങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഇവയെല്ലാം നാം പ്രകൃതിയോട് ചെയ്ത ക്രൂരതകൾക്ക് പ്രകൃതി നൽകുന്ന തിരിച്ചടികളാണ്. ഈ വർഷത്തെ ചിന്താവിഷയം പ്ലാസ്റ്റിക് മാലിന്യം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഉപ്പ് മുതൽ ഹിന്ദിന് കർപ്പൂരകം വരെ നമുക്കിന്ന് ലഭ്യമാകുന്നത് പ്ലാസ്റ്റിക് കവറുകളിലാണ്. പ്ലാസ്റ്റിക് എന്ന അജൈവ പദാർത്ഥം നമ്മുടെ പ്രകൃതിക്ക് മേൽ സംഹാര താണ്ഡവമാടുവാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ലാഭത്തിനും സൗകര്യത്തിനും വേണ്ടി പ്ലാസ്റ്റിക് കവറുകൾ എണ്ണിയാലൊടുങ്ങാത്ത വിധം നിർമ്മിച്ചു വിടുമ്പോൾ ഒന്നോർക്കുക, നാം നമ്മുടെ ശവപ്പെട്ടിമേൽ അവസാനത്തെ അണി അടിക്കുകയാണ് എന്നുള്ളത്. നമ്മുടെ പ്രകൃതിയെ പൂർണ്ണമായി നശിപ്പിക്കുന്ന പ്ലാസ്റ്റിക്കിനെ നിരോധിക്കുമെന്നത് കേവലം വാക്കിൽ മാത്രം ഒതുങ്ങാതെ അത് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കഴിയണം. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മയൊക്കെ ഞെട്ടിവിറപ്പിച്ച ഒരു വാർത്തയാണ് ബ്രഹ്മപുരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി തീ പിടിച്ചൊരവസ്ഥ. അതെ, മണ്ണിൽ ലയിക്കാത്തതിനെയെല്ലാം പടിക്ക് പുറത്താക്കേണ്ട യജ്ഞം നാം തുടങ്ങേണ്ടിയിരിക്കുന്നു. പകരം മണ്ണിൽ ലയിക്കുന്നവയായ തവിട്, ഓല, പാള, പേപ്പർ തുടങ്ങിയവ കൊണ്ടുണ്ടാക്കിയ ക്യാരി ബാഗുകളും ഉൽപ്പന്നങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ ജീവിത ശൈലിയാക്കാം. മുന്നോട്ടുള്ള നമ്മുടെ ഓരോ കുതിപ്പും നമ്മുടെ പ്രകൃതിക്ക് അനുകൂലമാണെന്ന് ഉറപ്പുവരുത്തുക. ഈ ഭൂമി നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, ഭാവി തലമുറകൾക്കും സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ് എന്ന് നാം മറന്നു പോകരുത്. അതെ, ഈ കാടും മേടുമൊക്കെ എത്ര നാളേക്ക് വേണ്ടിയാണെന്നുള്ളതൊക്കെ നമ്മുടെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. നല്ലൊരു നാളേക്കായി നമുക്കേവർക്കും ഒരുമിച്ച് കൈകോർക്കാം. നന്ദി, നമസ്കാരം.